മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. അമ്മമ്മ എന്തുപറ്റി? സാധാരണ ഊണ് കഴിച്ചാ കിടന്ന് ഉറങ്ങാറില്ലേ? ഞാൻ റൂമിൽ പോയി നോക്കിയപ്പോ അവിടെ ഇല്ല. എന്താ ഇവിടെ ഇരിക്കുന്നേ? ഓ, ചെന്ന് കിടന്നതാ. എന്താണെന്നറിയത്തില്ല, എന്തോ മനസ്സിനൊരു ആവലാതി, കിടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇവിടെ വന്നിരുന്നതാ. എന്താ അവലാതി? എന്താ ആവലാതി എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. മനസ്സിന് എന്തോ ഒരു അസ്വസ്ഥത. അത് നല്ലതിനാന്നോ ചീത്തയ്ക്കാന്നോ ഒന്നും അറിഞ്ഞുകൂടാ. എന്താണ് രണ്ടുപേരും കൂടെ ഒരു സംസാരം? ഏയ്, സംസാരമൊന്നുമില്ല. ഞാൻ വന്നപ്പോഴത്തേക്കേ അമ്മൂമ്മ ഇങ്ങനെ മാനത്തോട്ട് നോക്കിയിരിക്കുന്നു. പിന്നെ നമ്മളങ്ങനെ വർത്താനൊക്കെ പറഞ്ഞങ്ങ് നിന്ന്. അങ്ങനാണെങ്കി നമുക്ക് എല്ലാവർക്കും കൂടെ വർത്താനം പറഞ്ഞങ്ങ് ഇരുന്നാലാ? അത് കൊള്ളാം. എന്തെങ്കിലുമൊക്കെ പറയാം. ആ, എല്ലാരും ഇരിക്ക്. ഇനി എത്ര കാലം ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ലല്ലോ. അന്തമ്മ അങ്ങനെ ഒരു സംസാരം? അമ്മായിക്ക് മനസ്സിലായില്ലേ? ഇല്ല. അമ്മായിയെ കുട്ടുമാൻ വിളിച്ച അമ്മായി അങ്ങ് ഗൾഫിൽ പോവും. അത് കഴിഞ്ഞ് ശിവാൻ ചേച്ചി ചെന്നൈക്കു. പിന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. ഒന്ന് പോച്ചാടുന്ന്. അമ്മായി 2 ദിവസം കൊണ്ട് എന്തൊക്കെയോ ചിന്തകളെ അമ്മൂമ്മ അലട്ടുന്നുണ്ടെന്നാണ് പറയണത്. അമ്മ എന്ത് ചിന്ത അമ്മ അമ്മയെ അലട്ടണ? എന്താണ് പ്രശ്നം? അതും അമ്മായിക്ക് മനസ്സിലായില്ലേ? ഇല്ല. അമ്മായിയെ പോലുള്ള ഒരു മരുമോളെ കിട്ടിയല്ലോ എന്നാണ് അമ്മ ആറ്റുന്ന ചിന്ത. പാറുവേ, ഈ ഇടയ്ക്കായിട്ട് നീ എന്നെ ഇട്ട് താങ്ങുന്നത് കൂടുന്നുണ്ട് കേട്ടോ. അമ്മ വാ, അകത്ത് പോയി കിടക്കാം. നല്ല ഇടിവെട്ട് മഴയൊക്കെ വരാൻ പോണുണ്ട്. വാ. എന്തോന്നമ്മായി, നമ്മള് വീട്ടിനകത്തല്ലേ ഇരിക്കുന്നേ, പിന്നെ ഒന്ന് ഇടിയും മിന്നലും പ്രശ്നം? അല്ല, അവള് പറഞ്ഞതിലും കാര്യമുണ്ട്. ഇടി വെട്ടിത്തീരാനായിരിക്കും ചിലപ്പം വിധി. അല്ലെങ്കിൽ ഈ വേനൽക്കാലത്ത് ഇങ്ങനെ ഇടിവെട്ടി മഴ പെയ്യേണ്ട കാര്യമുണ്ടോ? അമ്മ എന്തമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? സമയമായി വരുമ്പോ പ്രത്യേകിച്ച് കാര്യവും കാരണമൊന്നും വേണ്ടല്ലോ. എടേ, രാവിലെ ഞാൻ ഫുഡ് കഴിച്ചോണ്ടിരുന്നപ്പം സാമ്പാർ കൊള്ളാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് അമ്മ പറയാണ്, ഇപ്പോഴേ ഇങ്ങനത്തെ സാമ്പാർ കഴിക്കാൻ പറ്റുള്ളൂ, കുറെ കഴിഞ്ഞാൽ ഇത്രയും നല്ല സാമ്പാർ അമ്മ കൈകൊണ്ട് ഉണ്ടാക്കണ കഴിക്കാൻ പറ്റിയില്ലെങ്കിലാന്ന്. എനിക്കറിഞ്ഞൂടാ, രാവിലെ മുന്നേ ഫുൾ നെഗറ്റീവ് ടോക്ക് തന്നെ. എന്ത് നെഗറ്റീവ്, എന്ത് പോസിറ്റീവ്, എല്ലാം നിശ്ചയിച്ച് വിട്ടവന്റെ കണ്ണിൽ ആനന്ദം തന്നെ. അതിന് നമ്മൾ മനുഷ്യരെ ഓരോരോ ദൃഷ്ടാന്തങ്ങൾ കണ്ടെത്തുന്നേ ഉള്ളൂ. ഞാനൊന്ന് പോയി കിടക്കട്ടെ. പാറു, ബാ മക്കളെ. എന്ത് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കണം? ഒരു പിടുത്തമില്ല എനിക്ക്. എന്തായാലും എന്തോ അമ്മൂമ്മ കാര്യമായിട്ട് അലട്ടുന്നുണ്ട് കേട്ടോ. എന്തോ അമ്മൂമ്മ? എന്ത്? 2 പ്രാവശ്യം ഏമ്പക്കം വിടുന്നു. അത് ചിലപ്പോ അങ്ങനെയൊക്കെയാ. കൊള്ളാലോ, കിടക്കാൻ വന്നിട്ട് കിടന്നില്ല അമ്മൂമ്മ? കിടക്കാൻ ഒരു മടിയാണ്. എന്താ അമ്മൂമ്മ? കിടന്നാ പിന്നെ ഉണർന്നില്ലെങ്കിലോ? അല്ല, അതിലെനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ ചിലതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു വിഷമം. എന്തൊക്കെ പറഞ്ഞാലും വേർപാടൊരു വേദന തന്നെയാണ്. വേർപാട് മണ്ണാൻ കേട്ട എന്റെ വായിരിക്കണമെന്ന് പറയിപ്പിക്കല്ലേ അമ്മ. കിടന്നാ പിന്നെ എണീക്കൂല പോലും. ഈ അസുഖം കുറച്ചു നാൾ മുന്നേ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് അങ്ങനെയാണ്, വെറുതെ ഇരിക്കുമ്പോ അങ്ങാവും. എന്തോന്ന് വർത്താനം അമ്മായി? അത് എന്തോന്ന് വർത്താനം? ഇവിടെ ഉള്ളവർക്ക് വെറുതെ ഇരിക്കുമ്പോ ഇളകുമോ എല്ലാവർക്കും? ഡേ, ഇനി അതിൽ പിടിച്ച് നിൽക്കാറ്. ഞാൻ ഇന്നലെ വെളുപ്പാങ്കാലത്തൊരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? വല്ല നശിച്ച സ്വപ്നമായിരിക്കും. അതായിരിക്കും പറയാ ഇത്ര ആവേശം. അമ്മായി, അമ്മൂമ്മ പറ. ഓ, ഇപ്പൊ കഥ കേൾക്കാനാണ് അവക്ക് ഇൻട്രസ്റ്റ്. മഴയെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു മഴ ഞാൻ കണ്ടിട്ടില്ല. കോരി
കോരിച്ചൊരിയുന്ന മഴ, കുറ്റാക്കുറ്റിരുട്ട്, തുള്ളിക്കൊരു കുടം വീതമുള്ള മഴ. ആ മഴയൊക്കെ ഒന്ന് ശമിച്ചപ്പോൾ ഞാൻ പുറത്തോട്ടിറങ്ങി. അവിടെ ഒന്നും ഒരു മനുഷ്യരും ഇല്ല. അച്ഛൻ വല്ല കൃഷിഭവനും പോയായിരിക്കും, വല്ല വാഴത്തൈ മേടിക്കാൻ. അമ്മായി. പിന്നെന്തോന്നാണ്? അമ്മുമ്മ. ഞാൻ എന്നിട്ട് പറമ്പിലോട്ടിറങ്ങി. അവിടെ നമ്മുടെ പുളിച്ചിമാവേ നിന്ന മാങ്ങ മൊത്തം തറയെ വീണ് കിടക്കുന്നു. അതിൻ്റെ അപ്പുറത്തൊരു പ്ലാവുണ്ട്. ആ പ്ലാവേലെ ചക്ക മൊത്തം ആ മാങ്ങയുടെ കൂടെ കിടപ്പുണ്ട്. പിന്നെ എന്ത് ചെയ്തമ്മ? ആ മാങ്ങ എടുത്ത് അച്ചാറിട്ട് ചക്ക എടുത്ത് പുഴുക്കും വെച്ച്. ഇയാൾക്ക് എന്തിനടെ ഈ പ്രശ്നം ഇത്? അമ്മായി. എന്തമ്മായി, കുറെ നേരമായല്ല. അമ്മുമ്മ എന്നിട്ട് എന്തായി? ഞാൻ ആ കാഴ്ച കണ്ട് അങ്ങനേ അങ്ങ് നിന്നു. അമ്മമ്മ ഒരു കാര്യം ചെയ്യും, കുറച്ചു നേരം അങ്ങനെ അങ്ങ് കിടക്ക്. 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഞാൻ നല്ല ചൂട് കടുപ്പുള്ള ചായയും കൊണ്ടുവരാം. എന്നിട്ട് അമ്മ അതങ്ങ് കുടിക്കും. അതിനെ ചായ ഉണ്ടാക്കാൻ ശുചിക്ക് അറിയത്തില്ലല്ലേ? ഇല്ലടേ, എനിക്ക് വെള്ളം തിളപ്പിക്കാൻ പോലും അറിയത്തില്ല. ചേച്ചി പോച്ച അവിടെ നിന്ന്. ഞാൻ ഇവിടെ നിന്നാലേ എന്റെ നില തെറ്റും. ഞാൻ പോണു. ഗൗരി ഒന്ന് നിന്നേ. എന്തമ്മ? നിന്റെ ബന്ധുക്കളൊക്കെ ശർക്കരയില്ലേ? ആ ഉണ്ട്, കുറച്ചുപേരുണ്ട്. ആ, എനിക്ക് അവിടെ ഒന്ന് പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. നിന്റെ അച്ഛനെയും അമ്മയൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും ബന്ധുക്കളെയൊക്കെ ഒന്ന് കാണാമല്ലോ. ഇനി കാണാൻ പറ്റിയില്ലെങ്കിലോ? നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേണ്ട, പൊക്കോ. അമ്മയ്ക്ക് പോണെങ്കിൽ നമുക്ക് പോവാം. എപ്പം പോണെന്ന് പറഞ്ഞാ മതി. എപ്പോൾ പോണോന്ന് നമ്മൾ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ. മോളിലിരിക്കുന്നവൻ അനുവാദം തരണ്ടേ? മുകളിലിരിക്കുന്നവന് അനുവാദം തന്നില്ലെങ്കിൽ താഴെ ഇരിക്കുന്നവനോട് അനുവാദം ചോദിക്കാം. പൊന്നു പാറു, ഒന്നും മിണ്ടാണ്ടിരിക്കുന്നേ. ദൈവത്തിനാ ഉദ്ദേശമെങ്കിൽ ദൈവം തൂണിലും തുരുമ്പിലും ഒക്കെ ഉണ്ടല്ലോ, അതാ ഞാൻ ഉദ്ദേശം. ചോനറത്തലയിലും കായംകുളത്തും ഒന്ന് പോകണം. കായംകുളത്തെ ചെറിയമ്മ സുഖമില്ലാതെ കിടക്കുവാന്ന് പറയുന്നത് കേട്ടു. നാരായണ നാരായണ വിളിച്ച് കിടക്കുവാന്ന്. ആ, ദൈവത്തെ വിളിക്കുന്നവരെ ആയിരിക്കത്തില്ല ആദ്യം കൊണ്ടുപോകുന്നത്. അയ്യോ, അമ്മൂമ്മ എന്താ ഉറങ്ങാൻ പോവാണോ? ആ, ഉറങ്ങാൻ പോവാ. അമ്മൂമ്മ ഉറങ്ങണ്ട, കിടന്നാ വേണമെങ്കിൽ ഞാനിവിടെ കൂടെ കിടക്കാം. എന്നിട്ട് നമുക്ക് സംസാരിച്ചോണ്ട് കിടന്നാ. ഓ ആയിക്കോട്ടെ, എന്നാ ബാ കിടന്നോ. അമ്മൂമ്മ എന്തെങ്കിലും സംസാരിക്കേ. നാരായണ 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 നാരായണ. അമ്മൂമ്മ, നമ്മള് വന്നു കേട്ടാ. എന്തൊരു തിരക്ക്, എന്തൊരു തിരക്ക്. അയ്യോയ്യോയ്യോയ്യോയ്യോ, സൂചി കുത്താനുള്ള സ്ഥലമില്ല. സാധനം എടുക്കാൻ പിന്നെ എളുപ്പമായിരുന്നു, ബില്ലടിക്കാനോ. യോ, വഴക്കാലേന്ന് പടവുകൾ വരെ ക്യൂ നിന്നു. ഓ, ഭയങ്കര തിരക്കാന്നെല്ലാവർക്കും മനസ്സിലായി. അമ്മൂമ്മ എന്തിങ്ങനെ ഇരിക്കണേ? അമ്മൂമ്മ ഉറങ്ങാതിരിക്കാൻ ഇവിടെ കൊണ്ടിരുത്തിയതാ. கொஞ்சம் தள்ளுடா. அம்மா அம்மா என்னாச்சும்மா? காலையிலே உங்க மூஞ்சியெல்லாம் ஒரு மாதிரியா இருந்தது, என்ன? കനകം, சொல்லுங்கம்மா. എനിക്ക് നിന്റെ നാട്ടിലോട്ടൊന്ന് പോകണം. നിന്റെ അപ്പായെയും നാട്ടുകാരെയും ബന്ധുക്കളെയും ഒക്കെ ഒന്ന് ഉടനെ കാണണം. அதுவா? அதுக்கு என்ன, നാളേക്കേ പോലാമേ. പിന്നെ മധുര സൂപ്പർ ഫാസ്റ്റ് ഫ്രണ്ട് നിർത്തിയിട്ടേക്കല്ലേ, ചന്ദൻ കയറി കൊടുത്താൽ മതി, ഇപ്പൊ അങ്ങ് പോകും. அம்மா எதுக்கம்மா திடீர்னு ഇവങ്ങളെല്ലാം பார்க்கணும்னு நினைச்சீங்க? ഇത് തന്നെ എന്റെ അടുത്തും പറഞ്ഞ്, എന്റെ വീട്ടുകാരെയും കൂടെ കാണണമെന്ന്. അല്ല, നമുക്കൊരു പരിപാടി ചെയ്താലോ?
അമ്മമ്മ ഞാനങ്ങ് ചെന്നൈക്ക് കൊണ്ടുപോവാം. അപ്പൊ എന്നെ അവിടുത്തെ ഫ്രണ്ട്സിനെയും കാണാം. ആരെയും മിസ് ചെയ്യണ്ട. ആ പൊളിക്കും. ചെന്നൈ എക്സ്പ്രസ് അതോ അങ്ങോട്ട് നിർത്തിട്ടേക്കണം. കേറിപ്പോ. ആരെയൊക്കെ കാണണം അമ്മമ്മയ്ക്ക്? ഇതൊക്കെ നടക്കോ? അതാ എന്റെയും സംശയം. അമ്മൂമ്മോ ഇപ്പൊ എന്താണ് പെട്ടെന്ന് എല്ലാരെയും കാണണമെന്നുള്ളൊരു ആഗ്രഹം? അത് മാത്രമല്ല, ഗുരുവായൂരപ്പനെ കൂടെ ഒന്ന് കാണണം. അതിനിപ്പോ എന്താ? ഈ യാത്രക്കാരുടെ സദകെ ഗാഡി നമ്പർ 644 ഗുഡിവായൂർ പാസഞ്ചർ പുറത്ത് നിർത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കയറിപ്പോയാൽ ഗുരുവായൂരത്ത്. ഏത് പാസഞ്ചർ? ഗുരുവായൂർ എക്സ്പ്രസ്. എന്നടാ കേസു. അമ്മ, ഈ ഇടയ്ക്കല്ലേ ഞാൻ അമ്മയെ ഗുരുവായൂർ കൊണ്ടുപോയത്? അന്ന് കണ്ടു മതിയായില്ല. குருவாயூரப்பனை பார்த்தா மதியே ஆகாது. அது அப்படித்தான். கேசு, மனசுக்குள்ள ஏதா ஆசை இருந்ததுன்னா அது அப்படியே நிறைவேற்றணும். மனுஷனோட அவஸ்தை தானே, ஏதாகும் என்னாகும் ஒன்னும் தெரியாதுல்ல. അത് നീ പറഞ്ഞത് വളരെ ശരിയാണ്. തന്നെ, അത് വളരെ ശരിയാണ്. അതെന്റെ കൂടെ ഒരു കുറവ് എപ്പോഴും ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുക. ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുകയും വേണം, അതനുസരിക്കുകയും വേണം. ഈ കുടുംബത്തിൽ ആരെതിർത്താലും അത് നിങ്ങൾ മറികടന്ന് എനിക്ക് നടത്തി തരണം. കേശു, ശിവ, ഞാൻ അടുത്തു വാ. ഗെറ്റ് ഔട്ട്. എന്ത് വേണം അമ്മൂമ്മ? എന്താ കനകം എൻ്റെ മോളാണ്. മോളെന്ന് പറഞ്ഞ സ്വന്തം മോള്. അമ്മ, അമ്മ പറയണ സത്യം തന്നെ? എടാ, എനിക്ക് അപ്പോഴേ തോന്നി, അല്ലെങ്കിൽ ഒരു ബന്ധമില്ലാത്ത കനകേച്ചിയോട് അമ്മയ്ക്ക് എങ്ങനെയാണ് ഇത്ര സ്നേഹം? അമ്മ, ഇപ്പോഴെങ്കിലും അമ്മ ഈ സത്യം വിളിച്ച് പറഞ്ഞല്ല. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഈ സത്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്നാലും അച്ഛന്റെ മനസ്സ് ഇതൊരു വലിയ മനസ്സാണ്. ഇത്രയും കാലം കഴിഞ്ഞിട്ടും അച്ഛന് പ്രായശ്ചിത്തം ചെയ്യാൻ തോന്നിയല്ലോ, അത് അമ്മയ്ക്ക് അംഗീകരിക്കാൻ തോന്നിയല്ലോ. ഒരുമാതിരി സത്യസന്ധനായ ഒരു മനുഷ്യനാ. അല്ല അമ്മ, കനകം എന്റെ മോളെന്ന് പറഞ്ഞത് എന്റെ മാനസപുത്രി. ഓ അങ്ങനെയായിരുന്നാ? ഞാൻ വിചാരിച്ച അമ്മ അച്ഛൻ കുറെ യാത്രയൊക്കെ ചെയ്യണം. പോട്ടത് ബുദ്ധിയില്ലാത്ത കേസ്. അമ്മൂമ്മ കാര്യം ആ, പടവലത്തെ വസ്തുവകകൾ ഭാഗം വെക്കുമ്പോ ഇവിടെ വാടാ. എന്നിട്ട് ഭാഗം വെക്കുമ്പം എവിടെയെങ്കിലും ഒരു കോണിക്കല് ഒരു 50 സെന്റ് സ്ഥലം കനകത്തിന് എഴുതി കൊടുക്കണം. അത് എന്റെ അവസാനത്തെ ആഗ്രഹമാണ്. அம்மா, அதெல்லாம் எனக்கு வேண்டாம் அம்மா. അതൊക്കെ വേണം. കോളടിച്ചല്ല, ഇനി റിച്ച് ലൈഫ് വായിക്കൊണ്ടിരിക്കത്തേ ഉള്ളു. அம்மா, அம்மா, என்ன என்ன யோசிச்சுட்டு இருக்கீங்க? ആലോചിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ആലോചിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കണമെന്നുമില്ലല്ലോ. എന്ന് വിചാരിച്ച് ആലോചിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പണ്ടുള്ളവര് പറയത്തില്ലേ, മനുഷ്യജന്മങ്ങൾ അപൂർണമാണെന്ന്. அம்மா, இப்படி யோசனை பண்ணிட்டு ஒண்ணுமே செய்ய முடியாதம்மா. கடவுள் எல்லாத்துக்குமே டைம் கொடுப்பாரு. ആ കേശു, അമ്മൂമ്മ നീ എപ്പോഴും സ്വത്തിന്റെ കാര്യം പറയത്തില്ലയായിരുന്നു. ഞാൻ എന്തിനാ ഇപ്പൊ പറഞ്ഞു? ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. നിനക്ക് വേണ്ടുന്ന സ്വത്തുക്കളെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എവിടെ? പടവലത്ത്. എന്നിട്ട് ശിവ, നിനക്കുള്ള സ്വർണം അവിടെ പണയം വെച്ചിട്ടുണ്ട്. പണയോ? സാധാരണ ലോക്കറിലല്ലേ വെക്കാറുണ്ട് പണയം വെച്ച്? പണയം വെച്ചത് സമയം അനുവദിച്ചാൽ ഞാനത് നിനക്ക് എടുത്തു തരാം. ഇല്ലെങ്കിൽ നീ തന്നെ എടുത്തോണം. സമയം അനുവദിക്കും. ഇനിയിപ്പോ സമയം അനുവദിച്ചില്ലെങ്കിൽ അമ്മമ്മ പൈസ അനുവദിച്ചാലും മതി. ആ, ദൈവം അനുവദിക്കുമോ നോക്കട്ടെ. അനുവദിക്കും. പിന്നെ പിന്നെ ഗൗരിക്കും ലച്ചുവിനും ഉള്ള സ്വർണം
പടവലത്തിരിപ്പുണ്ട്. എന്റെ അത് പണയം വെച്ചില്ലേ? ആ കുറച്ച് സ്വർണ്ണേ പണയം വെച്ചിട്ടുള്ളായിരുന്നു. ആ അല്ല പാറുവിനോ? ആ പാറുവിന്റെ പേരിൽ ഞാനൊരു സ്കീം ചേർന്നിട്ടുണ്ട്. അവക്ക് പ്രായപൂർത്തിയാവുമ്പോ അത് കിട്ടിക്കോളും. അമ്മൂമ്മ നമുക്കെല്ലാവർക്കും കൂടി ഇതൊക്കെ വീതിച്ച് നിന്നിട്ട് അമ്മൂമ്മ എവിടെ പോണം? വല്ല കാശിക്ക് രാമേശ്വരത്തിനോ പോണം? ആ കാശിയിലും രാമേശ്വരത്തും ഒക്കെ പോണോന്നൊരാഗ്രഹമുണ്ട്. പക്ഷെ ദൈവം അനുവദിക്കുമോന്ന് അറിയത്തില്ല. അമ്മൂമ്മയുടെ കയ്യിൽ പൈസ ഉണ്ടാ? എന്നാ ഇപ്പൊ തന്നെ നമ്മള് ബസ് ബുക്ക് ചെയ്ത് പോകുന്നു. എന്താ പറയുക? അങ്ങനൊന്നും പോകാൻ പറ്റത്തില്ല മോനെ. എത്ര കാശുണ്ടെന്ന് പറഞ്ഞാലും അതിന് അവിടുന്ന് ഒരു തീരുമാനം ഉണ്ടാവണം. അപ്പം മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ പോയാ മതി. அம்மா என்னம்மா இது இப்படி எல்லாம் சொல்றீங்க? ആ അപ്പടിയൊക്കെ ചൊന്നെങ്കിലേ പറ്റൂ. ചൊല്ലാതിരിക്കാനൊന്നും പറ്റത്തില്ല. ആ എന്തായാലും ഞാനൊന്ന് കിടക്കട്ടെ. அம்மா நீங்க இப்படி எல்லாம் சொல்லும்போது என்னோட அப்பாவை தான் ஞாபகம் வருது. டேய் நான் சொல்லிட்டே இருக்கேன், அவங்க பாட்டுக்கு போறாங்க. പോയി അമ്മൂമ്മക്ക് എന്തോ കാര്യമായിട്ട് തല കയറിയിട്ടുണ്ടല്ലോ. കാര്യം ഞാൻ പറയാം. അമ്മൂമ്മയുടെ വിചാരം നാളെ രാവിലെ അമ്മൂമ്മ തട്ടിപ്പോവെന്നാണ്. സത്യമായിട്ടും പിന്നല്ലാണ്ട്. ഇനിയിപ്പോ ചിലപ്പോ അമ്മൂമ്മയുടെ കൂടെ പിടിച്ചാരേലും മരിച്ചു കാണും. അതെല്ലാം കേട്ടിട്ടായിരിക്കും. ആയിരിക്കണം. ஆனா ஒன்னும் என்கிட்ட சொல்லல. ഇവിടെ പിന്നെ മോശമല്ലോ, അത് അടുത്തത് 50 സെന്റ് കൊടുക്കാന്നല്ലേ പറഞ്ഞേ. കിട്ടുമ്പോ പറയണേ. റിച്ച് വുമൺ. சும்மா இரு, ஏதோ ஆயிருக்கு. അമ്മ ഉറങ്ങാണോ? ഉറങ്ങിയില്ല മക്കളെ, ഓരോന്ന് ചിന്തിച്ചോണ്ട് ഇങ്ങനെ കിടക്കുക. എന്തോന്ന് ചിന്തിക്കുന്നു? ഓ ഓരോന്ന് ചിന്തിക്കുന്നു. മക്കളെ ഇന്ന് ശനിയാഴ്ചയാണോ? അറിഞ്ഞൂടാ അമ്മൂമ്മ. എന്തിനാ? ആ ശനിയാഴ്ച അത്ര നല്ലതല്ല. എന്തോ അമ്മൂമ്മ? ഈ ഇടയായിട്ടേ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ മരിച്ചുപോയവരെയാ സ്വപ്നം കാണുന്നു. അതിനെന്താ, സ്വപ്നം കാണുന്നത് നല്ലതല്ലേ? നല്ലതിനാണോ ചീത്തയ്ക്കാണോ എന്ന് ആർക്കറിയാം. അമ്മൂമ്മ ഓ നമുക്ക് ഉറങ്ങണ്ടേ? ആ ഉറങ്ങാം. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യട്ടെ. ആ ഭവാനി, ചോനത്തല വാഴും ഭവാനി. ഭവാനി ഓ വാ, പുറത്തേക്ക് ഇറങ്ങി വാ. ആരാ? പുറത്തേക്ക് വരൂ മകളെ. ആരാ? യമരാജൻ. ചുരുക്കത്തിൽ പറഞ്ഞ നിങ്ങളുടെ കാലേ. എന്റെ കാലിനോ? നിങ്ങളുടെന്നല്ല, ഉള്ള എല്ലാവരുടെയും കാലേ. എന്താണ് നോക്കുന്നത്? പോത്തവിടെ? പോത്താ? പുറത്തുനിന്ന് പുല്ലില്ലണം. ഇങ്ങോട്ട് വിളിക്കാൻ വയ്യായിരുന്നോ? ഞാൻ ഒരു കാര്യം ചോദിച്ചേട്ടാ. ഓ നിങ്ങളിപ്പോ ഒരു വീട്ടിലോട്ട് വിരുന്ന് പോണ്, കാറിലാണ് പോണത്. അപ്പൊ നിങ്ങൾ ആ കാർ ആ വീടിന്റെ ഡൈനിങ് ഹാളിലോട്ട് ഇടിച്ച് കയറ്റുവോ, അതാ പുറത്ത് നിർത്തിട്ട് അകത്ത് കയറുവോ? പുറത്ത് നിർത്തിട്ടാണ് അകത്ത് കയറണേ. അതേപോലെ ഞാൻ പുറത്ത് നിർത്തിയേക്കണ്. എന്തിനാ ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചിരിക്കുന്നേ? ഇനി അങ്ങ് കൊണ്ടുപോയാ പോരായോ? ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയോ?
ഇനി തെറ്റും ശരിയൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? പോവാ സമയായില്ലേ? ആ കഴുത്തൊന്ന് നീട്ടിപ്പിടിച്ച്. ഒന്ന് മുറുക്കിയേക്കൂ. അന്ന് കയറ്റി വിട്ടേക്കെ. ആ കൊടുത്തോട്. ആ ഓക്കെ. ഊരിപ്പോയിരുന്നല്ലോ. പോവാ. എന്താണ് നമ്മ ഇങ്ങനെ നോക്കുന്നത്? പറഞ്ഞു കേട്ടതുപോലല്ല, എവിടെയോ എന്റെ ചെറുമോന്റെ ഛായ, എവിടെയോ അല്ല, എന്റെ ചെറുമോന്റെ ഛായ ഉണ്ട്. ഇങ്ങോട്ട് ചുമ്മാ നിക്കണ നോക്ക്. വാ ബലം പിടിക്കല്ലേ. ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് വയ്യായിരിക്കണ്. വാ. സത്യം പറഞ്ഞ എനിക്കൊരാഗ്രഹമുണ്ട്. എന്താണാവോ? നിർത്തിക്കൂ. എന്റെ കേശുമോന്റെ ശിവമോടെയും കല്യാണം ഒന്ന് കാണണമെന്ന്. എന്നിട്ട് അവിടുന്ന് സമ്മതിച്ചാൽ എന്റെ പാറുമോടെ കല്യാണം കൂടെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അയ്യ, അത് മാത്രമാക്കണ്ട. ഞാനോട് ഇരിക്കുക. സദ്യ കൊണ്ടിട്ട് പോവാന്നാ. അല്ല പിന്നെ കുറയ്ക്കണ്ട. ഇനി അത്രയും മാത്രമേ ആഗ്രഹമുള്ളൂ. ലച്ചുവിന്റെ ഒരു കുട്ടിയുണ്ടല്ലോ, കല്ലു. അതിന്റെയും കൂടെ കല്യാണം കഴിഞ്ഞിട്ട് വന്നാ. അവിടുന്ന് സമ്മതിച്ചാൽ അതിനും എനിക്ക് സന്തോഷം. ഓഹോ, അങ്ങനെയാണെങ്കിൽ കല്ലുവിന്റെ കല്യാണവും കല്ലുവിന്റെ കുട്ടികളുടെ കല്യാണവും കല്ലുവിന്റെ പേരക്കുട്ടികളുടെ കല്യാണവും കഴിഞ്ഞിട്ട് പോവാ. അപ്പൊ തന്നെ എന്നെ തെക്കോട്ടെടുക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് വളരെ 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 സന്തോഷം. എന്നെ തെക്കോട്ടെടുക്കണേ? അല്ല, കല്യാണം കാണുന്ന. വേറെ വാ, പോവാ. എനിക്ക് സമയമില്ലെന്ന്. എന്റെ മാരണദേവാ. അല്ല, മരണദേവാൻ. കാലെന്നുള്ള വിളിപ്പേരുള്ളൂ. എന്നെ കൊണ്ട് വേറെ ഒന്നും ചെയ്യിപ്പിക്കില്ല. വാ ഇങ്ങോട്ട്. എന്റെ മക്കളെ, എന്റെ പിള്ളാരെ, ഈ കാലന്റെ കയ്യിൽ എന്നെ ഒന്ന് രക്ഷിക്കൂ. എവരിന്നത് കൊളവാക്കി കയറി പിടിച്ചടിക്കണം. ഇപ്പോ ഇവരെ മാത്രം ഞാൻ കൊണ്ടുപോകുന്നു. ചിത്രഗുപ്ത ഇവരെ മാത്രമേ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി എല്ലാത്തിനും ഞാൻ വരാം. കുഞ്ഞിന് പിന്നെ കയറി പിടിച്ച് കളിക്കല്. മോളെ ഗൗരി, ഈ കാലിനോട് പറ എന്നെ അടുത്ത മാസം കൊണ്ടുപോയാ മതിയെന്ന്. അതെന്തിനമ്മ അടുത്ത മാസം ആക്കണം? ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നേല്ലേ, എന്തിനെ കൊണ്ടുപോട്ടെ? നീ അങ്ങനെ പറയുമെന്ന് എനിക്കറിയാം. എന്റെ കൊച്ചു വിഷമിക്കുന്നുണ്ടോ, വിഷമിച്ച് നിക്കുന്ന കണ്ടോ? മോളെ ഒന്ന് പറഞ്ഞു കൊടുക്ക് എന്നെ കൊണ്ടുപോകല്ലേന്ന്. കാലമാമ അടുത്ത മാസം വരാൻ പറ്റുമോ? ഡേയ് പെണ്ണായി, നീ എന്നെ കണ്ടിട്ട് എന്തുപോലെ തോന്നാണ്? ഈ മറ്റേ ആഴ്ച വന്നിട്ട് പിരിവെടുക്കണ മാമ അല്ല ഞാൻ. അടുത്ത മാസം വരുമെന്ന് പറയാം. കാലനാടി കാലേ. കാലമാമ, അമ്മൂമ്മേ നരകത്തിലോട്ടാണോ സ്വർഗത്തിലോട്ടാണോ കൊണ്ടുവന്ന്? ഉറപ്പായിട്ട് നരകത്തിലോട്ട്. അപ്പോഴേ ഞാൻ വിചാരിച്ചു. അപ്പൊ എണ്ണയിലിട്ട് വറക്കൂലേ? പിന്നെ പൊരിച്ചെടുക്കൂലേ? മസാല റെഡിയാക്കാൻ പറഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അങ്ങനാണെങ്കി പടാലം വീട്ടിലെ വെളിച്ചെണ്ണ ഉണ്ട്, അതില് പൊരിച്ചാ മതി. നല്ല എണ്ണയാ. ഓക്കെ, ഓണ വയ്ക്ക് ഞാൻ അവിടെ കേറിട്ട് പോവാ. ഏയ് എണ്ണ മേടിക്കാൻ. പറു മോളെ ശിവ, ഒന്ന് പറ. ഞാൻ എന്തിനു പറയാൻ? ഞാൻ വല്ലോ പറഞ്ഞോളാം. അങ്ങനെ പോകുന്ന പോക്കിന് എന്നെ കൂടെ കൊണ്ടുപോകാനായിട്ട്. എനിക്കെന്തിന് വേറൊരു വേല കൂലിയില്ലെന്ന് വിചാരിച്ചാ? അല്ല, തമ്പുരാൻ പോകുന്ന പോക്കിന്. കനകം, നീയെങ്കിലും ഒന്ന് പറ. அம்மா இவங்களெல்லாம் ஒன்றும் சொல்லாத அவஸ்தைக்கு நான் எப்படி அம்மா சொல்லுவேன்? பின்ன அவருக்கு என்னோட லாங்குவேஜ் புரியாதம்மா. ഞാൻ എന്തിന് മേഡ് ഇൻ കേരള എന്ന് വിചാരിച്ചാ? യൂണിവേഴ്സൽ. എനക്ക് തമിഴും പുറിയും. ചോനർത്തല ഭവാനി പോയാലോ? അവന് പോറടിച്ച്. அம்மா நீங்க போங்கம்மா, உங்க ஆண்டுக்கு நான் சக்கரை பொங்கல் போடுறேன். சக்கரை பொங்கൽ അപ്പന്റെ അപ്പൻ. ഞാൻ ഇവിടെ നിക്കണോ നോക്കാ തൊഴിക്കണ ധിക്കാരി. വാ ഇവിടെ. അയ്യോ അയ്യോ അമ്മ, എന്നെ കൊണ്ടുപോലെ. എന്തോ അമ്മ? കാലൻ. കാലനാ? അമ്മൂമ്മ പാറു പഠിച്ചാ? കാലൻ എന്നെ കൊണ്ടുപോകാൻ വന്നു. കാലേ എന്നെ കൊണ്ടുപോകാൻ വന്നു.
കാലൻ. കാലൻ. അമ്മൂമ്മ സ്വപ്നം വല്ലതും കണ്ടതാണോ? സ്വപ്നം. എന്നിട്ടെന്താ അമ്മൂമ്മ കാലം കൊണ്ടുപോഞ്ഞേ? കാലൻ ഇവന്റെ രൂപത്തിലാ വന്നേ. ഈ രൂപത്തിലാ? അല്ല, കാലന്റെ രൂപത്തില്. അമ്മൂമ്മ ചിലപ്പോ അമ്മൂമ്മയുടെ കാലൻ കേശാനായിരിക്കോ? മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.